ഷിഹാബിന്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തല്ലി താഴെടുന്നില്ല കേട്ടു നിൽക്കുക. ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾ, അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് സെന്റിമെന്റൽ ആയിട്ട് കാശ് കൊടുക്കണം ഇയാൾക്ക്. ഇതായിരുന്നു ഉദ്ദേശം. നമുക്ക് കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞ് മനസ്സിലായി. അപ്പൊ അത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് ഈ 5 വർഷവും ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ്, നല്ല പേടി. കാരണം ജീവനെ പേടിയാണ്. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, CP ഷിഹാബ്. ഇദ്ദേഹം ഒരു നല്ല മോട്ടിവേഷണൽ സ്പീക്കറാണ്. മുമ്പ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്. തുടക്കത്തിൽ നിങ്ങൾ കേട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഷിഹാബ് വർക്ക് ചെയ്തിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന കുറച്ച് ശകലങ്ങൾ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഷിഹാബ് പറയുന്നുണ്ട്, നമുക്കതിലേക്ക് പോവാം. മുതുകാട് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് അവിടെ പഠിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പേജിലൂടെ ഷെയർ ചെയ്തതു മുതൽ ഞാൻ കണ്ണിച്ചോരയില്ലാത്തവനായി, ആരെയും സഹായിക്കാത്തവനായി, വൃത്തികെട്ടവനായി, എന്നെപ്പോലൊരു മനുഷ്യൻ ലോകത്തില്ലാത്തവനായി. അതുപോലെ തന്നെ വന്ന വേറൊരു കമൻറ്റാണ്, നിങ്ങളുടെ മറ്റു വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു, മുതുകാടിൻ്റെ വീഡിയോ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ സുനിത ദേവദാസിൻ്റെ വീഡിയോസാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു വീഡിയോയെപ്പറ്റി വന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു കമൻറ്റായിരുന്നു, സുനിതയുടെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം സത്യമായിരുന്നു, അതിലൊക്കെ ഒരു ശരിയുണ്ടായിരുന്നു, മുതുകാടിൻ്റെ വീഡിയോ ചെയ്തതോടെ സുനിത ഞങ്ങൾ വെറുത്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരായി മാറും. ഈ മലയാളി സമൂഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ആ മാതാപിതാക്കളുടെ റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് ജെനുവിനായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഉള്ളിൽ തട്ടിയാണ് ഓരോ ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ, മുതുകാടിൻ്റെ ആ സ്ഥാപനത്തിലുണ്ടായ കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടും ഒരു മാതാവിൻ്റെ വേദന കണ്ടിട്ട് പോലും അതിനെ കളിയാക്കി അവരെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തി. ഏതോ ഒരുത്തം കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, കുറേ സരിതമാർ ഇറങ്ങിയിട്ടുണ്ട്, ഇവന്മാരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്. എങ്ങനെ ഇവനൊക്കെ ഇത്രയും തരം താഴ്ന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആളൊരു ആരാധന ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ള കാര്യങ്ങൾ മോശമായിട്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞ ആളാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. എന്തായാലും ഷിഹാബിന് അവിടുന്ന് അനുഭവിക്കേണ്ടി വന്ന വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഷിഹാബ് തുറന്നു പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. 2017 മുതുകാട് സാറുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 5 ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടയർഡ് ആയ കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് 5-6 പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് ആളുകൾ വന്ന് കാണുന്നു, അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളോടൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മുതുകാട് സാറെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നെന്ന് മനസ്സിലായത്, ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ, എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മോട് ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം. സ്വാഭാവികമായിട്ട് അറിയാം, നമ്മൾ കാലുകളില്ലാതെ നടന്നു വരുമ്പോൾ കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന് നടന്നു വന്ന് നമ്മൾ വീൽ ചെയറിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ആദ്യം കഥയോട് പറഞ്ഞു അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഷിഹാബിന് ഭയങ്കര ഒരു ആളുകൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിങ്ങനെ മുമ്പ് ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾ, അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് സെന്റിമെന്റൽ ആയിട്ട് കാശ് കൊടുക്കണം ഇയാൾക്ക്. ഇതായിരുന്നു ഉദ്ദേശം. നമുക്ക് കുറച്ചൊരു 5-6 മാസം കഴിഞ്ഞ് മനസ്സിലായി. അപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് അവിടുത്തെ വെച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ മാതാവും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. കുട്ടികൾ എന്തോ ഭയങ്കര കഷ്ടത്തിലൂടെയാണ് പോകുന്നത്, അവരുടെ ദുരിതം അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചുകൊണ്ടൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്താണ് പണപ്പിരിവ് നടത്തുന്നതെന്നാണ്. എങ്ങൊന്നും പണം വരാതിരിക്കുന്ന, ഒരിടത്തുനിന്നും ഫണ്ട് വരാതെ വളരെയധികം പരിതാപകരമായിട്ടാണ് ആ സ്ഥാപനം പോകുന്നതെങ്കിൽ പിന്നെയും അതിനെ ഒരു പരിധി വരെ നമുക്ക് ന്യായീകരിക്കാം. കാരണം ആ കുട്ടികളുടെ കാര്യം നോക്കണം, കുട്ടികളുടെ ഭാവി നോക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അങ്ങനെ അല്ലല്ലോ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ. ഇഷ്ടം പോലെ ഫണ്ടുകൾ വരുന്നുണ്ട്, പണത്തിനൊന്നും ഒരു കുറവും ആ സ്ഥാപനത്തിനില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം വന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഈ കുട്ടികൾ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ പറയും ഫുഡ് വേണം, ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വയറുമ്പോൾ അങ്ങനെ തൊട്ടിട്ട് അവർ പറയാം പാരൻസിനോട്. അപ്പോൾ പാരൻസ് നമ്മോട് പറയും, എനിക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാകുണ്ട്, ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും, അതുകൊണ്ട് നിങ്ങൾ ഇത് പറയണം, ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിന്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചെന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല.
അപ്പോൾ 3 മണിക്കാവുന്ന സമയത്തും 2:30 ആവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ബാവ എന്ന് അവർ വിളിക്കാം, ബാവ ഇത് പറയണം. അങ്ങനെ മുതുകാട് സാറോടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്നോട് പറഞ്ഞത്, നീ കുട്ടികളുടെ പിതാവാവാൻ നോക്കണ്ട, നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നമല്ല, അമ്മമാർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് പറയും. അപ്പോൾ അമ്മമാരെ നേരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു എന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത്. ഷിഹാബിനോടല്ല പറയേണ്ടത്, എന്നോടാണ്, ഐ മീൻ മുതുകാട് സാറിനോടാണ്. മുതുകാട് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, നിങ്ങൾ ആരും കണ്ടിട്ടല്ല ഞാൻ തുടങ്ങിയേക്കുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ 100 കുട്ടികൾ. എന്റെ ഔദാര്യത്തിലാണ് ഈ അമ്മമാരും എന്ന് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ സായി ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പറയാമെന്ന് നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് 2018 2018 ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് ഈ 5 വർഷവും ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ്, നല്ല പേടി, കാരണം ജീവനെ പേടിയാണ്. ഷിഹാബ് ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അവിടെയുള്ളൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നീ അത് നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ആ പേരൻസിനെ വിളിപ്പിക്കും, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച പേരൻസിനെ വിളിപ്പിച്ചിട്ട് എൻ്റെ ഔദാര്യമാണ്, വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ പൊക്കോ, കുട്ടിയെ കൊണ്ട് പൊക്കോ. എന്തുവാണ് ഇതൊക്കെ? ഈ ഒരൊറ്റ വർത്തമാനം കാരണമാണ് അങ്ങേരെക്കുറിച്ച് ഇപ്പോൾ പല മാതാപിതാക്കളും, ഈ അപമാനം സഹിക്കേണ്ടി വന്ന പല മാതാപിതാക്കളും വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടി വന്നത്. ഇങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനെ തെറ്റുകളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പോരായ്മകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാം. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടല്ലോ, നമുക്ക് പരിഹരിക്കാം എന്ന് പറയുന്നതിന് പകരം എന്നോടൊന്നും പറയാൻ വരണ്ട, എൻ്റെ സ്ഥാപനമാണ്, ഞാനാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ എല്ലാം കാരണം. ഈ ആദ്യത്തെ അമ്മയുടെ വീഡിയോ വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പറയാമായിരുന്നു, എൻ്റെ പക്കൽ നിന്നൊരു പിഴവ് സംഭവിച്ചു, ശരിയാണ്, ഞാൻ ആ പിഴവുകളൊക്കെ നികത്തി പോവുക, ആ അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ മുതുകാട് അതല്ല ചെയ്തത്. മുതുകാടിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ആളെ പരമാവധി തരം താഴ്ത്താമോ അത്രയും തരം താഴ്ത്തി കാണിച്ചു. ആ ഒരു കാര്യമാണ് എന്നെയും ട്രിഗർ ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊരു വർത്തമാനവും എനിക്കിങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ല, എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വർത്തമാനം കൂടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ട്രിഗറായി. ഇങ്ങനെ ഒരു മനുഷ്യനല്ല എന്ന് അത്രയും നേരം വിശ്വസിച്ചിരുന്നത് ഞാൻ പുള്ളിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നതിന് ശേഷമാണ് മുതുകാടിനെ കുറിച്ച് അമ്മ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുന്നതും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതും. അങ്ങനെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വയ്യാത്ത കുഞ്ഞുങ്ങളോടും ആ കുഞ്ഞുങ്ങളുടെ അമ്മമാരോടുമാണ് അങ്ങേര് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരിക്കലും വെറുതെ വിടുകയില്ല, അങ്ങേരെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നോക്കിക്കോ. ഇദ്ദേഹം പറയുന്ന കാര്യം ഓട്ടിസം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ ഒരു മാജിക് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന വലിയ ഒരു കാര്യമല്ല അത്. അതൊരു ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ആയിരിക്കും, ഒരു ഹ്യൂമൻ ബീങ് ഡിഫറെന്റ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ മുതുകാടിന്റെ അടുത്ത് വന്ന് കുട്ടികൾക്ക് മാറ്റണ്ടെന്ന് പറയുന്നൊരു അതിന് തെറ്റായൊരു സന്ദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോൾ അദ്ദേഹം വളരെ മോശം രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം ഈ കുട്ടികളെ നോക്കാൻ. 5 കുട്ടികളില്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ 5 കുട്ടികളിലെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് മതി, ആ പേരന്റ് ചെയ്തോളും, അവർക്ക് ഡ്രസ്സ് മാറി കൊടുക്കാനും സഹായിക്കാനല്ലേ. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ലോകം മൊത്തം ട്രാവൽ ചെയ്ത് ഈ കുട്ടികൾക്ക് വേണ്ടി പഠിച്ച ഒരു മനുഷ്യനാ പറയുന്നത് ഒരാൾ മതി. അതും ഒരു ടീച്ചർ, ഐ മീൻ ഒരു അമ്മ, അതിനെക്കുറിച്ച് പഠിക്കാത്തൊരു അമ്മ. എന്നിട്ട് ഞാൻ നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയിരുന്നതിന് കുറച്ച് മുമ്പ് ഒരു ടീച്ചർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്തൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടുത്തെ മാതാപിതാക്കൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ആ മാതാപിതാക്കളോട് പറയുന്നത്. എന്താ ചെയ്യുക? ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ പേരൻസ് പോയി അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്? പറയുന്ന വാക്കുകളിൽ തേനും പാലും മുഴക്കിയിട്ട് കാര്യമില്ല, കാണുമ്പോൾ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ അത് വേണം. അതുപോലെ തന്നെ നമ്മൾ മൂപ്പയുടെ കൂടെ ഗൾഫിലേക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി. കാരണം എന്താ അറിയോ, ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹത്തോട് പറഞ്ഞത് ഷാബി കാശ് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇൻകം ടാക്സ് പിടിക്കും. നമ്മൾ വെറും 2 ലക്ഷം രൂപയുള്ളൂ. എനിക്ക് പ്രോഗ്രാമിന്റെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ തന്ന പൈസയാണ്, മുതുകാട് സാർ സ്നേഹം കൊണ്ട് തന്ന പൈസയാണ്. അപ്പോൾ അത് മൂപ്പര് പറഞ്ഞത് അത് മാജിക് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്ത് അത് നാട്ടിലെത്തിയിട്ട് ഷാബിനെ തിരിച്ചു തരാന്നുള്ളത്. അതിൻ്റെ ഒരു ലോജിക്കിൽ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. ഞങ്ങൾ കുഴപ്പമില്ല സാർ, ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി കാണാം. എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 ലക്ഷം രൂപ നാട്ടിലത്തെ പൈസ നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നോളൂ, ഒരാൾ കാരണം പേയ്മെന്റ് അല്ലേ പ്രോഗ്രാം. നാളെ മാജിക് അക്കാഡമി വഴി
ഷിഹാബിന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് മുതുകാട് തന്ന പൈസ അതായിരിക്കും. ആ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. അപ്പൊ ഞാൻ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തിയിട്ടൊക്കെ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് നമ്മൾ പെരുമാറും. എയർപോർട്ടിലൊക്കെ സുഖമായിട്ട് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അതെന്താ അറിയോ, അദ്ദേഹം പറഞ്ഞ ഈ പറയുന്ന ദിലീപ് ആണെങ്കിലും ഇപ്പൊ മമ്മൂക്കി ആണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അത്രേ. പക്ഷെ മുതുകാട് സാറ് എയർപോർട്ടിലൊന്നും അങ്ങനെ ഭയങ്കര രീതി ചെക്കിങ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന്റെ ഒരു അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ദിലീപ്, മമ്മൂട്ടി, മോഹൻലാലിനൊന്നും കിട്ടാത്ത പ്രയോറിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് മുതുകാട്. അങ്ങനെയാണ് സമൂഹത്തിൽ എന്റെ വാല്യൂ അത് ഷിഹാബിന് അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു ശത്രുവിനോട് എന്താ പറയാ, അദ്ദേഹത്തിന്റെ രീതി എന്താന്ന് വെച്ചാല് നമ്മളെ വെറുപ്പിച്ചിട്ട് പിന്നെ നമ്മളോട് പോവാൻ തോന്നലുണ്ടാക്കും. ആളുകളുടെ മുന്നിൽ തോളത്ത് കൈയിടും, ഇല്ലാത്ത തട്ടി. അതെ അത് ഉറപ്പാണ്. ഇപ്പൊ ക്യാമറ കാണുന്ന സമയത്ത് ഇപ്പൊ എന്നെ തന്നെ എത്രയോ പ്രാവശ്യം ചേർത്ത് പിടിക്കുകയും ക്യാമറ മാറുമ്പോൾ അതാ ശരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് നീക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുതലാണ് ഷിഹാബിനോട് ശരിക്കും മുതുകാടിന് ദേഷ്യം തോന്നുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. ഷിഹാബ് ആവശ്യമില്ലാതെ പേരൻസിൻ്റെയും കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള നീരസമൊക്കെ മുതുകാടിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇവിടെ മുതലാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ഷിഹാബിന് അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കണ്ട് മടുത്തതിന് ശേഷം ഷിഹാബ് പറയുകയാണ് എനിക്ക് മടുത്തു, ഞാൻ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുതുകാടിന് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഷിഹാബിനെ അവിടുന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള നോട്ടീസുകളൊക്കെ അയക്കുകയും അപ്പോൾ അതിനെതിരെ ഷിഹാബ് ചോദ്യം ചെയ്തപ്പോൾ മുതുകാടിൻ്റെ റെസ്പോൺസ് വളരെയധികം മോശമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നാണ് ഷിഹാബ് പറയുന്നത്. അതായത് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു, ഷിഹാബിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഷിഹാബ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചിട്ടൊന്നും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞ് ഷിഹാബ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ഷിഹാബിനെ വിളിച്ച് മുതുകാടിൻ്റെ കുറേ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരും ചെയ്തത് എന്തൊക്കെയാണെന്ന് ഷിഹാബ് പറയുന്നുണ്ട്. ഭയങ്കര മൂപ്പയുടെ മാനേജർ ജിൻ ഉണ്ടാവും. ജിൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിഹാബിന്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തല്ലി താഴെടുന്നില്ല. കേട്ടു നിന്നു കേട്ടുന്നില്ല. എന്നിട്ട് ഇത് കേട്ടിരിക്കുന്ന സമയത്ത് മുതുകാടുണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഉണ്ണിയേട്ടനുണ്ട്, തോമസ് ഏട്ടൻ, രാജേട്ടൻ, ഇവരൊക്കെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അദ്ദേഹത്തിനോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എൻ്റെ രണ്ടാമത്തെ മുഖം ഷിഹാബ് പുറത്തെടുപ്പിക്കരുത്. അത് പേടിച്ചിട്ട് തന്നെയാണ് ഞാനിത് പുറത്ത് പറയാതെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും കിട്ടാനില്ല. പക്ഷേ ഇതൊക്കെ പറയാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് സ്വത്ത് സമ്പാദിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറേ കാര്യങ്ങളിൽ ഷിഹാബ് കണ്ണടിച്ച് മിണ്ടാതിരുന്നാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പറ്റും, എൻ്റെ കൂടെ ഒരുപാട് വിദേശ യാത്രകൾ പോകാനും പറ്റും. അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഉപ്പാട് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞ കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പിച്ചയെടുത്തുള്ള കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അതിനേക്കാൾ അന്തസ് ഉണ്ടാവും. അങ്ങനെ ഒരു ജോലി ചെയ്തു എന്ന് പറയാനെങ്കിലും നമുക്ക് പറ്റും. ആ ഉപ്പ പറഞ്ഞത് 100% ശരിയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സ്വയം ചതിച്ചുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കുകയില്ല. എന്നാലും ഷിഹാബ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യന് മറ്റൊരു മുഖവും ഉണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ മാതാപിതാക്കളും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇന്നലെ വരെ ഷിഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. നാളെ മുതൽ അദ്ദേഹം മോശക്കാരനാകും. പലരും അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യാൻ തുടങ്ങും, അദ്ദേഹത്തിനെ മാസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നോക്കൂ, ഇതൊക്കെ നടക്കും. കാരണം മുതുകാടിനെ കുറിച്ച് നമ്മൾ മോശം ഉള്ള കാര്യമാണ് പറയുന്നത്. ഉള്ള കാര്യം മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരാണ്. എന്തായാലും ഇതും പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ധമായിട്ടുള്ള ഫാൻസ് മുതുകാടിനെ ആരാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.